നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കുട്ടിയുടെ ജീവിതം തകർക്കാനൊരുങ്ങി അവനെ എന്റെ കൈയെ കിട്ടിയിരുന്നെങ്കിൽ അവനെ. ചേച്ചി പ്ലീസ്. അവിടെ ആ ഹോട്ടലിൽ എന്തൊക്കെ നടന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല. ഒരു വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാ ചേച്ചി എങ്ങനെ മുരളിച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞ കുഞ്ഞേച്ചിയെ സഹായിക്കുന്നതല്ലാതെ കുഞ്ഞേച്ചിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും മുരളിച്ചേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കണ്ട. ബോധമില്ലാതെ മയങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തില് താലി കെട്ടുന്നതാണോ ഈ സഹായം? ഒരവസരം കിട്ടിയപ്പോ അവനത് മുതലെടുത്തു എന്നല്ലാതെ അതിന് വേറെ എന്താ പറയേണ്ടത്? അവളൊരു വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. ചേച്ചിക്ക് അങ്ങനെ പറയാം, പക്ഷെ ഞാൻ എങ്ങനെ വിശ്വസിക്കില്ല. അങ്ങനെ അവസരം മുതലെടുക്കുന്ന ഒരാളല്ല മുരളിച്ചേട്ടൻ. ചേട്ടന് കുഞ്ഞേച്ചി ജീവനായിരുന്നു. കുഞ്ഞേച്ചിയുടെ ഇഷ്ടങ്ങൾക്ക് ഒത്തുനിന്നതല്ലാതെ ചേച്ചിക്ക് ദോഷം വരുന്നതൊന്നും മുരളിച്ചേട്ടൻ ചെയ്തിട്ടില്ല. ചേച്ചിക്കറിയാലോ, സ്ഥലവും സന്ദർഭവും ആളും ഒന്നും നോക്കാതെ എവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാ കുഞ്ഞേച്ചിയുടെ. അങ്ങനെ സംസാരിച്ച് കുഴപ്പത്തിൽപ്പെട്ട എത്ര സ്ഥലങ്ങളിൽ നിന്നാ മുരളിച്ചേട്ടൻ ചേച്ചി രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ആ സൂപ്പർ മാർക്കറ്റിലെ സുനിലിന്റെ സംഭവം വെറും ഒരു ഉദാഹരണം മാത്രം. എനിക്ക് തീർച്ചയുണ്ട് വലിയേച്ചി, എന്തെങ്കിലും വ്യക്തമായ കാരണം ഇല്ലാതെ മുരളിച്ചേട്ടൻ കുഞ്ഞേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടില്ല. അതെനിക്ക് ഉറപ്പാ. അതെ, അന്ന് അവിടെ നടന്നതിനെ കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല അഞ്ജലി നമുക്ക്. മുരളി കഴിഞ്ഞാ പിന്നെ അവിടെ നടന്ന കാര്യം അറിയാവുന്ന മറ്റൊരാള് സോഫിയയാ. സോഫിയല്ലേ ഇങ്ങനൊരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞതും ഇന്നലെ രാവിലെ തന്നെ ആരതി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതും? ആര്യ, നീ ആ സോഫിയെ വിളിച്ച് കാര്യങ്ങൾ എന്താന്ന് ചോദിക്ക്. അപ്പൊ അറിയാലോ എന്താ സംഭവിച്ചെന്ന്. ഇന്നലെ തൊട്ട് ഞാൻ സോഫിയെ വിളിക്കാണ് സീതമ്മേ, കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആണ് ഫോൺ. എന്ന് പറഞ്ഞാ അവളും കൂടെ ചേർന്നിട്ട് എന്റെ കുട്ടിയെ ചതിക്കാൻ കെണിയൊരുക്കിയെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് വലിയേച്ചി. നമ്മളത് അന്വേഷിക്കണമെന്നാ എന്റെ ഒരു അഭിപ്രായം. വേണ്ട വേണ്ട, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെല്ലാം നമുക്ക് വഴി അന്വേഷിക്കാം. വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് എന്താന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ആരതിക്ക് മുരളിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അഞ്ജലിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സീതമ്മേ. അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും ഞാൻ നേരെ ചൊവ്വയെ കണ്ടിട്ടില്ല. സാരിയുടെ കഥയും രക്ഷിച്ച കഥയും ഒക്കെ ആര്യ പറയുമ്പോഴാ ഞാൻ അറിയുന്നത് തന്നെ. മുരളിച്ചേട്ടന് കുഞ്ഞേച്ചിയെ വലിയ ഇഷ്ടാ സീതമ്മേ. കുഞ്ഞേച്ചിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ മുരളിച്ചേട്ടന് വലിയ പഠിപ്പില്ലാത്തതും ഓട്ടോക്കാരനാണെന്നതും ഒക്കെ ഒരു കുറവായിട്ടാ കുഞ്ഞേച്ചി കാണുന്നത്. അതിന്റെ ഒരു വെപ്രാളോ ഇപ്പോഴീ കാണിക്കുന്നതല്ല. ഓ, അതിപ്പോ എന്ത് വെപ്രാളം കാണിച്ചാലും ഒരു കാര്യവുമില്ല. ഇന്നാർക്ക് ഇന്നാരെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്ന പറച്ചില് കേട്ടിട്ടില്ലേ? വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ആരതിക്കും മുരളിക്കും ഒരു വിവാഹ ജീവിതം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഈ രഹസ്യ താലികെട്ടൽ അതിന്റെ ഒരു അടയാളമായിട്ട് മാത്രം കണ്ടാ മതി. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.